അടുത്ത 24 മണിക്കൂർ അമേരിക്കയെയും ഇറാനെയും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. കാരണം പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുവാൻ 24 മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിനിടയിൽ രണ്ടാം ഘട്ട ചർച്ച എന്ന വിഷയം അമേരിക്ക പലയാവർത്തി മുൻപോട്ട് വെച്ചുവെങ്കിലും അത് നടപ്പാക്കുവാൻ പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും ഇറാൻ യാതൊരു തരത്തിലും അടുത്തിരുന്നില്ല. ഇറാൻ സർക്കാർ കഴിഞ്ഞ 4 ദിവസമായി ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. അതായത് ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാവില്ല, അവിടെ ഞങ്ങൾ പങ്കെടുക്കില്ല. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് ആദ്യ റൗണ്ടിൽ ഇറാന്റെ പ്രതിനിധി സംഘത്തെ നയിച്ച വ്യക്തിയാണ്. അദ്ദേഹം തിങ്കളാഴ്ച പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ചർച്ചാ മേശയെ ഒരു സറണ്ടർ മേശയാക്കുവാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് പുറത്തു വന്ന ഇറാനിലെ ഓരോ ഔദ്യോഗിക സന്ദേശങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇക്കാര്യം തന്നെയാണ്. ഇസ്ലാമാബാദിലേക്ക് ഇനിയൊരു ചർച്ചയ്ക്കായി ഇറാൻ പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ വെടിനിർത്തൽ അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇറാനിൽ ഏറ്റവും രഹസ്യാത്മകവും നിർണായകവുമായ തീരുമാനമെടുക്കുന്ന ഘടനയ്ക്കുള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇറാന്റെ സുപ്രീം ലീഡർ മുജ്തബ ഖമനേയി ഈ യുദ്ധം തുടങ്ങിയതു മുതൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകുവാൻ തന്റെ മന്ത്രിസഭയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് ചർച്ചകൾക്ക് പോകുവാൻ വേണ്ടി ആരംഭം കുറിക്കുകയാണ്. ചർച്ചകൾക്കില്ല എന്ന് പറഞ്ഞ അതേ സംഘം തന്നെയാണ് ഇപ്പോൾ വിമാനം കയറുവാൻ പോകുന്നത്. അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ 52 ദിവസത്തെ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ 24 മണിക്കൂറുകളാണ് അടുത്ത ദിവസം പിറവിയെടുക്കുവാൻ പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പ്രകാരം ഇറാന്റെ പരമാധികാരിയുടെ അനുമതി അവർക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ ആദ്യഘട്ട ചർച്ച എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് 21 മണിക്കൂർ ഇറാനുമായി ചർച്ച നടത്തി. അവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി, സ്പീക്കർ ഗാലിബാഫ് എന്നിവർ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കരാറിലും ഒപ്പുവെക്കാതെ അവർ മടങ്ങിപ്പോയി. അതിന്റെ കാരണമായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇറാൻ പ്രതിനിധികൾക്ക് കരാറിൽ ഒപ്പിടുവാനുള്ള അധികാരമില്ലായിരുന്നു എന്നുള്ളതാണ്. ഇറാനിലെ ആണവ വിഷയങ്ങൾ സുപ്രീം ലീഡറുടെ നിയന്ത്രണത്തിന് കീഴിൽ മാത്രമുള്ളതാണ്. മന്ത്രിമാർക്കും പാർലമെന്റ് നേതാക്കൾക്കും ചർച്ച ചെയ്യാം, പക്ഷേ അന്തിമ തീരുമാനമെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യ ചർച്ച പരാജയപ്പെട്ടത്. ചർച്ചാമുറിയിൽ അതെ എന്ന് പറയാനുള്ള അധികാരം അവർക്ക് ആർക്കുമില്ലായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതിന് മുൻപ് ഇറാന്റെ പരമാധികാരി അതെ എന്ന് പറയുവാനുള്ള ആ അധികാരം അവർക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ചർച്ചയിൽ ഉറപ്പായും ചില തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാന്റെ വളരെ നിർണായകമായ പങ്കാണ്. അവർ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബാക്ക് ചാനൽ സംഭാഷണങ്ങൾ സജീവമായി നിലനിർത്തിക്കൊണ്ടു പോയിക്കൊണ്ടേയിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാന്റെ സജീവമായ ഇടപെടലുകളാണ് ഇറാന്റെ സുപ്രീം ലീഡറുടെ നിലപാട് മാറ്റത്തിന് പോലും കാരണമായി തീർന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് വേദിയായി ഇപ്പോൾ പാകിസ്ഥാൻ നിലകൊള്ളുന്നു എന്നുള്ളത് കേൾക്കുന്നത് തന്നെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അത്ഭുതമാണ്. ഒരു കാലത്ത് അമേരിക്കൻ വിദേശ നയത്തിൽ വലിയ പ്രാധാന്യമില്ലാതിരുന്ന പാകിസ്ഥാൻ ഇന്ന് പ്രസിഡന്റ് ട്രംപിന്റെ വിശ്വസ്ത പങ്കാളിയായി മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെ നടത്തിയെടുത്തു എന്ന് അത്ഭുതം കൂറുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റുവാൻ പ്രധാനമായും പാകിസ്ഥാൻ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനു വേണ്ടി ട്രംപിന്റെ പേര് ആദ്യം നാമനിർദ്ദേശം ചെയ്തത് പാകിസ്ഥാനായിരുന്നു. അതിന്റെ കാരണം 2025 പാകിസ്ഥാൻ ഇന്ത്യ പ്രതിസന്ധിയിൽ ട്രംപ് ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ മുൻകൈയെടുത്തു എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ അത് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങളുടെയും നടുവിൽ മധ്യസ്ഥ വഹിക്കുകയും ചെയ്തു എന്നുള്ള കാരണത്താൽ പാകിസ്ഥാൻ അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിനു വേണ്ടി നാമനിർദ്ദേശം ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഒരു കൊടും ഭീകരവാദിയെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൈമാറി എന്നുള്ളതാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റത്തിനിടയിൽ 13 അമേരിക്കൻ സൈനികരുടെ മരണത്തിന് കാരണമായ കാബൂൾ വിമാനത്താവള സ്ഫോടനത്തിന്റെ ആസൂത്രകനെ പാകിസ്ഥാൻ പിടികൂടി അമേരിക്കയ്ക്ക് കൈമാറി. പ്രധാനമായും ഈ 2 കാരണങ്ങളാണ് അമേരിക്കയുടെയും ട്രംപിന്റെയും കണ്ണിലുണ്ണികളായി മാറുവാൻ പാകിസ്ഥാന് അവസരമുണ്ടാക്കിയത്. US പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അസീം മുനീറിൽ അദ്ദേഹം വലിയ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, ഇറാനും പാകിസ്ഥാനെ വളരെയധികം വിശ്വാസമാണ്.
എന്തുകൊണ്ടാണ് ഇറാൻ പാകിസ്ഥാനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ, ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലെയുള്ള വലിയ രാജ്യങ്ങളെ വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു സുരക്ഷിത മധ്യസ്ഥനായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതിനും പ്രധാനമായി രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഷിയ ജനസംഖ്യയാണ്. ഇറാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിങ്ങൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണ്. ഈ മതപരമായിട്ടുള്ള ബന്ധം പാകിസ്ഥാനുമായിട്ടുള്ള വിശ്വാസത്തിന് ഒരു പ്രധാന കാരണമാണ്. രണ്ടാമത്, ഭൂമിശാസ്ത്രപരമായ സാമീപ്യം. ഇറാൻ പാകിസ്ഥാന്റെ അയൽ രാജ്യമാണ്. ഭാഷാപരമായും സാംസ്കാരികമായും ഇവർ തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയധികം താല്പര്യമുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കേണ്ടത് ഇറാനെ പോലെ തന്നെ അമേരിക്കയെ പോലെ തന്നെ പാകിസ്ഥാന്റെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. ഇറാൻ അമേരിക്ക യുദ്ധം കാരണം ഇന്ധനവില വർദ്ധിക്കുന്നത് പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. അതുമാത്രവുമല്ല, പാകിസ്ഥാന് സൗദി അറേബ്യയുമായി ഒരു സുപ്രധാനമായ കരാറുമുണ്ട്. ആ കരാറ് സൗദി അറേബ്യയെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചാൽ ആ നിമിഷം പാകിസ്ഥാൻ അവർക്ക് സൈനിക സഹായം നൽകും എന്നുള്ള കരാറാണ്. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും അടുപ്പമുള്ള ഇറാനെതിരെ യുദ്ധം ചെയ്യുവാൻ പാകിസ്ഥാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം സൗദി അറേബ്യയെ പിണക്കുവാനും അവർക്ക് കഴിയില്ല. അതിനാൽ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെയും അനിവാര്യതയാണ്. ഏപ്രിൽ 11, 12 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുത്തു. പക്ഷേ ഒരു നിശ്ചിത കരാറിൽ എത്തുവാൻ സാധിച്ചില്ലെങ്കിലും ചർച്ചകൾ തുടരുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാനിലെ എല്ലാ വിഭാഗങ്ങളും ഇനിയൊരു ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകുക എന്നുള്ള മുജ്തബ ഖമനേയിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നില്ല. IRGC അഥവാ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കർശന നിലപാടിലാണ്. അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും പ്രസക്തിയില്ല. ആക്രമണമുണ്ടായാൽ സാധ്യമായ എല്ലാ മേഖലകളെയും തിരികെ ആക്രമിക്കുക എന്നുള്ളതാണ് IRGC മുൻപോട്ട് വെക്കുന്ന നയം. അവർ പറയുന്നത് ഹോർമൂസിനെയും ചെങ്കടലിനെയും ഒരേ സമയം ഉപരോധിക്കുക, ഒപ്പം മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളെയും നിരന്തരമായി ആക്രമിക്കുക, കൂട്ടത്തിൽ GCC രാഷ്ട്രങ്ങളെയും ആക്രമിക്കുക. കാരണം അത്രമാത്രം അമേരിക്കയെയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അപമാനിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ സമീപനം അത് ഇപ്പോഴും പൊതുവേദിയിൽ ഭീഷണി, സ്വകാര്യമായി അനുരഞ്ജനം എന്നുള്ളതാണ്. പരസ്യമായി ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ചർച്ച നടത്തുക, ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുക, ഇല്ലായെങ്കിൽ ഇറാനിൽ തുടർച്ചയായി ബോംബുകൾ വീഴും, ഇറാനിലെ എല്ലാ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഞങ്ങൾ നശിപ്പിക്കും. എന്നാൽ ഈ വാക്കുകൾ വിളിച്ചു പറഞ്ഞ ട്രംപ് തന്നെ വെടിനിർത്തൽ ഒരു ദിവസം കൂടി വീണ്ടും നീട്ടിക്കൊടുത്തു. ഇത് ചർച്ചയ്ക്ക് സമയം നൽകാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ദിവസം ഇസ്ലാമാബാദിൽ നടക്കുവാൻ പോകുന്ന ചർച്ചയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു പൂർണ്ണ കരാറല്ല, പകരം വെടിനിർത്തൽ നീട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും. തുടർന്ന് ഭാവി ചർച്ചയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അടുത്ത വെടിനിർത്തൽ എത്ര കാലമായിരിക്കും നീട്ടിവെക്കുവാൻ സാധ്യതയുള്ളത്? അമേരിക്കയുടെ കടൽ ഉപരോധത്തിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ? ഇറാൻ ആണവ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകുമോ? ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമോ? ചർച്ചകൾക്ക് വേണ്ടി ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോഴും ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഉപരോധം അവസാനിപ്പിക്കൂ, അതിനുശേഷം ഞങ്ങൾ ഹോർമൂസ് തുറക്കാം എന്നുള്ളത് തന്നെയായിരിക്കും. എന്നാൽ അമേരിക്കയുടെ നിലപാടോ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും. ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ ഒരു കരാർ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. 5 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം എന്ന് ഒന്നാം ഘട്ട ചർച്ചയിൽ തന്നെ ഇറാൻ അറിയിച്ചതാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. 25 വർഷമാണ് അമേരിക്ക ഇറാന്റെ മുൻപിൽ വെച്ചത്. ആ വിഷയത്തിൽ പരസ്പരം യോജിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ 12 വർഷം എന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. പക്ഷേ അതും അംഗീകരിക്കുവാൻ 2 രാജ്യങ്ങളും തയ്യാറായില്ല. ഈ വിഷയത്തിൽ തന്നെയായിരിക്കും അമേരിക്ക കൂടുതൽ ഊന്നൽ നൽകി സംസാരിക്കുവാൻ പോകുന്നത്. 13 ദിവസമായി വെടിനിർത്തൽ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ഇരുന്നത് നാളത്തെ ഒരു ദിവസത്തെ ചർച്ച എന്നുള്ള ഒറ്റ വിഷയത്തെ ഊന്നി തന്നെയായിരുന്നു. നാളെ നടക്കുന്ന ഇസ്ലാമാബാദിലെ ഒരു ഹോട്ടൽ മീറ്റിംഗ്. ഈ ചർച്ച വിജയിച്ചാൽ യുദ്ധം അവസാനിക്കും, പരാജയപ്പെട്ടാലോ വീണ്ടും അതിശക്തമായി യുദ്ധം തുടരും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത 24 മണിക്കൂർ നിർണായകമാണ് എന്ന് പറയുന്നത്. ഇറാന്റെ പരമാധികാരിയായ മുജ്തബ ഖമനേയി നൽകിയ അധികാരം യഥാർത്ഥത്തിൽ കരാറിലേക്ക് അവരെ നയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അല്ലെങ്കിൽ ഇത് വെറും സമയം കൂട്ടിക്കൊടുക്കുവാനുള്ള തന്ത്രം മാത്രമാണോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.